ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2025 പുറത്തിറങ്ങിയ ഒടിയങ്കം എന്ന മലയാളം സിനിമയെക്കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നും പറയുന്നത് പോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ സിനിമയിലേക്ക് കടക്കാം. പണ്ട് കാട്ടിൽ താമസിച്ചിരുന്ന ആളുകൾ കരിങ്കുട്ടി എന്നൊരു ദൈവത്തെ സൃഷ്ടിച്ചിരുന്നു. ആ കരിങ്കുട്ടി എന്ന ദൈവത്തിന് കല്ലാടി മുത്തപ്പൻ എന്നൊരു പേരുമുണ്ട്. ഈ ദൈവത്തെ നമ്മൾ കൃത്യമായി പ്രാർത്ഥിക്കുന്നതിലൂടെ ഈ ദൈവത്തിൽ നിന്ന് നമുക്ക് അതീവ ശക്തി ലഭിക്കും. ആ ശക്തി നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കാം. ഈ ഒരു ലക്ഷ്യത്തോടെയാണ് അവർ ഈ ദൈവത്തെ സൃഷ്ടിച്ചത്. എല്ലാവരും നല്ല നിലയിൽ കഴിയണം, സുരക്ഷിതരായിരിക്കണം എന്ന നല്ല ഉദ്ദേശത്തോടെയാണ് ഈ ദൈവത്തെ ഉണ്ടാക്കിയത്. എന്നാൽ കാലക്രമേണ മനുഷ്യൻ്റെ അത്യാഗ്രഹം അധർമ്മത്തിൻ്റെ വഴിയിലൂടെ നടക്കാൻ കാരണമായി. നാട്ടിലുള്ള ആളുകൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഈ ദൈവത്തെ ആരാധിക്കുന്നവർക്ക് പണം കൊടുത്ത് അങ്ങനെ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് ഈ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ശക്തിയെ തെറ്റായി ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് ബ്ലാക്ക് മാജിക് ചെയ്ത് ഒരാളുടെ മരണം സംഭവിക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും അപകടം വരുത്തുന്നതോ ആയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഇതിന് മുഴുവനും കാരണം മനുഷ്യൻ്റെ അത്യാഗ്രഹമാണ്. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ കറണ്ട് വരുന്നതിന് മുമ്പ് നടന്ന സംഭവങ്ങളാണെന്നാണ് പറയുന്നത്. എപ്പോൾ ഗ്രാമങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റ് വരാൻ തുടങ്ങിയോ അപ്പോൾ തന്നെ ഈ കഥയും ഇതിന്മേലുള്ള വിശ്വാസവും എല്ലാം പോയി. ഇതൊരു പഴങ്കഥയായി മാത്രം അവശേഷിക്കുകയാണ്. ഈ ഗ്രാമത്തിലുള്ളവർക്ക് ഇത് സത്യമാണോ കള്ളമാണോ എന്ന് പോലും അറിയില്ല. അവിടെ കട്ട് ചെയ്താൽ പ്രസന്റിൽ ഈ ഗ്രാമത്തെയാണ് കാണിക്കുന്നത്. കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു മനോഹരമായ ഗ്രാമം. ഈ ഗ്രാമത്തിലൊരു അധ്യാപകനുണ്ട്. ഈ അധ്യാപകൻ ഗ്രാമത്തിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആയോധന കലകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണ്. ഇവരെ ഞാൻ മാസ്റ്റർ എന്ന് വിളിക്കാട്ടോ. മാസ്റ്ററുടെ മകളും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ഒരു വിദ്യാർത്ഥിനിയായി പഠിക്കുന്നുണ്ട്. അതേസമയം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ആയോധന കല പഠിക്കാൻ വരുന്ന ഒരു വലിയ വീട്ടിലെ പയ്യന് മാസ്റ്ററുടെ മകളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും അഭ്യാസങ്ങൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ കണ്ണുകൊണ്ട് തന്നെ സൈറ്റ് അടിച്ച് നടക്കുകയാണ്. ഒരിക്കൽ ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും പോകുമ്പോൾ ആ വലിയ വീട്ടിലെ പയ്യൻ മാസ്റ്ററുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, അച്ഛൻ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് വീട്ടിലേക്ക് വരാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. ശരി, ഞാൻ ഉച്ചയ്ക്ക് വരാം എന്ന് മാസ്റ്റർ പറയുന്നു. ഇപ്പോൾ ഈ പയ്യൻ കാട്ടിലൂടെ നടന്നു പോവുകയാണ്. പെട്ടെന്ന് മാസ്റ്ററുടെ മകൾ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഇവൻ പെട്ടെന്ന് പേടിച്ച് പോകുന്നുണ്ട്. നീ എന്തിനാണ് ഇങ്ങനെ വന്ന് പേടിപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നീ എന്നെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ എന്ന് ആ പെൺകുട്ടി ചോദിക്കുകയാണ്. മാസ്റ്റർ കണ്ടാൽ വലിയ പ്രശ്നമാവും, അതുകൊണ്ടാണ് ഞാൻ നിന്നെ നോക്കാത്തത് എന്നിവൻ പറയാണ്. ഇവിടെ ആരും ഇല്ലല്ലോ, നമുക്ക് രണ്ടുപേർക്കും പ്രണയിക്കാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് പ്രണയിക്കുകയാണ്. ഇത് അതേ ക്ലാസ്സിലെ മറ്റൊരു പയ്യൻ കാണുന്നുണ്ട്. ആ പയ്യന് മാസ്റ്ററുടെ മകളോട് ഒരു ചെറിയ ഇഷ്ടമുണ്ട്. വൺ സൈഡായി അവൻ പ്രണയിക്കുകയാണ്. പക്ഷേ മാസ്റ്ററുടെ മകൾ തമ്പുരാൻ്റെ മകനെയാണ് സ്നേഹിക്കുന്നത് എന്നറിഞ്ഞ് അവന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ആ വൺ സൈഡിൽ അവർ ഒളിഞ്ഞു നിന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് അവൻ്റെ അച്ഛൻ വരുന്നുണ്ട്. ഇവിടെ എന്താടാ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ അവർ രണ്ടുപേരും പ്രണയിക്കുന്നത് ആ വൺ സൈഡിൽ അവരുടെ അച്ഛൻ കാണുന്നു. ഓ, തമ്പുരാൻ്റെ മകൻ മാസ്റ്ററുടെ മകളെ സ്നേഹിക്കുന്നുണ്ടോ? ജാതി വിട്ടുള്ള പ്രേമാണല്ലോ, ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാം. നീ എന്താടാ ഇവിടെ നിൽക്കുന്നത്, വീട്ടിൽ പോടാ എന്ന് പറഞ്ഞ് മകനെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടിട്ട് അയാളും അവിടെ നിന്ന് പോവാണ്. ഇപ്പോൾ മാസ്റ്റർ തമ്പുരാൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇങ്ങോട്ടേക്ക് വരൂ എന്ന് തമ്പുരാൻ വിളിക്കുമ്പോൾ, വേണ്ട, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്ന് മാസ്റ്റർ പറയുന്നു. എന്താ പഴയ കാലത്തെ ആളുകളെ പോലെ സംസാരിക്കുന്നത്? ഇപ്പോഴാരാ ഇതൊക്കെ നോക്കുന്നത്? അടുത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട്, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് നിന്നെ വിളിച്ചത്. കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ഫാമിൽ മോഷണങ്ങൾ നടത്തുന്നുണ്ട്. ആരാണ് ഈ മോഷണം നടത്തുന്നത് എന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അവരെ കണ്ടുപിടിക്കാൻ നീ എന്നെ സഹായിക്കണം. ഈ ജോലി ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ കാരണം നിന്റെ മുൻ തലമുറയെക്കുറിച്ച് എൻ്റെ പൂർവികർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ അന്വേഷിച്ചാൽ കൃത്യമായിരിക്കും. ഈ കുടുംബ സ്വത്തുക്കളെല്ലാം വേറൊരുത്തൻ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. ശരി, ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് മാസ്റ്ററും പറയുന്നുണ്ട്. ഉടനെ അവിടെ നിൽക്കുന്ന ഒരു താടിക്കാരൻ, കള്ളനെ കണ്ടുപിടിക്കുന്നത് കൊച്ചുകുട്ടികൾക്ക് കളരിവിദ്യ പഠിപ്പിച്ചു കൊടുക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് പറയുന്നു. മാസ്റ്റർ ഒന്ന് തിരിഞ്ഞു നോക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ മാസ്റ്റർ തമ്പുരാന്റെ വീട്ടിലെ സ്വത്തിന്മേൽ ഒരു കണ്ണു വെച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. നീണ്ടു പരന്നു കിടക്കുന്ന ആ തെങ്ങിൻ തോപ്പിലേക്ക് ചില മോഷ്ടാക്കൾ പ്രവേശിക്കുന്നു. അവിടെയുള്ള തെങ്ങിൽ നിന്ന് തേങ്ങകളെല്ലാം മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാസ്റ്റർ കൃത്യമായി ആ സ്ഥലത്ത് പോയി അവരെല്ലാം പൊതിരെ തല്ലുകയാണ്. ഇദ്ദേഹത്തിന് കളരിവിദ്യ അറിയാവുന്നത് കൊണ്ട് അവരെ അടിക്കുന്നത് എളുപ്പമാവുന്നു. പിറ്റേ ദിവസം രാവിലെ തമ്പുരാന്റെ മുന്നിൽ ഇവനെല്ലാം പിടിച്ചു കൊണ്ടുപോയി നിർത്തുകയാണ്. ഇവനൊക്കെയാണ് മോഷണം നടത്തിയിരിക്കുന്നത് എന്ന് പറയുന്നു. എത്ര വലിയ സഹായം ചെയ്ത് എൻ്റെ സ്വത്ത് രക്ഷിച്ചു തന്നു, നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചോളൂ എന്ന് തമ്പുരാൻ മാസ്റ്ററോട് ചോദിക്കുകയാണ്. എനിക്കൊന്നും വേണ്ട, പക്ഷേ ഈ കള്ളന്മാർക്ക് നിങ്ങളോട് എന്തോ വിവരം പറയാനുണ്ടെന്ന് പറഞ്ഞു. അതെന്താണെന്ന് മാത്രം ചോദിച്ച് മനസ്സിലാക്കൂ എന്ന് മാസ്റ്റർ പറയാണ്. എന്താടാ അത് എന്ന് ചോദിക്കുമ്പോൾ ആ കള്ളന്മാർ കാര്യം പറയാണ്. ഞങ്ങളായിട്ട് വന്ന് മോഷണം നടത്തിയതല്ല, നിങ്ങളുടെ കൂടെയുള്ള ഈ താടിക്കാരനില്ലേ, അയാൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ മോഷിച്ചത് എന്ന് പറയുമ്പോൾ തമ്പുരാൻ ഞെട്ടിപ്പോവാണ്. തമ്പുരാൻ്റെ കൂടെ തന്നെയുള്ള സ്വന്തക്കാരനാണ് ഈ മോഷണം നടത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. അവനാണല്ലോ നമ്മുടെ മാസ്റ്ററെ കളിയാക്കിയത്.
കള്ളനെ കണ്ടുപിടിക്കുന്നത് കളരി പഠിപ്പിക്കുന്ന അത്ര എളുപ്പമല്ല എന്ന് പറഞ്ഞത്. മാസ്റ്റർ എനിക്ക് തന്ന ജോലി ഞാൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. താടിക്കാരന് വലിയ അപമാനമായിപ്പോയി. നാട്ടുകാരെല്ലാം ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു. കള്ളനെ കണ്ടുപിടിക്കണം എന്ന് തമ്പുരാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം സ്വന്തം കുടുംബത്തിൽ തന്നെയായിരുന്നു കള്ളനെന്ന്. അവിടെ കട്ട് ചെയ്താൽ വലിയൊരു വെള്ളച്ചാട്ടം കാണിക്കുകയാണ്. മാസ്റ്ററുടെ മകളും തമ്പുരാന്റെ മകനും അവിടെ ഇരുന്ന് പ്രണയിക്കുകയാണ്. പെൺകുട്ടി പറയുന്നുണ്ട്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പ്രണയിച്ചു പോയി, രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ടു പോയി. പക്ഷേ ഇവിടെയുള്ള സാമൂഹിക പ്രശ്നങ്ങൾ കാരണം നമുക്ക് രണ്ടുപേർക്കും ഒന്നിക്കാൻ കഴിയാതെ വരുമോ എന്ന് ചോദിച്ചിട്ട്, സപ്പോസ് നമുക്ക് രണ്ടുപേർക്കും ഒന്നിക്കാൻ കഴിയാതെ പോയാൽ ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് താഴേക്ക് ചാടി ഞാൻ മരിക്കും എന്ന് ആ പെൺകുട്ടി പറയാണ്. അതിന് തമ്പുരാന്റെ മകൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ സ്നേഹിച്ചത് നിന്റെ കൂടെ ജീവിക്കാനാണ്, ഇങ്ങനെ ചാകാനല്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എപ്പോഴും എടുക്കരുത്. ഉറപ്പായിട്ടും പൊരുതിയാണെങ്കിലും ഞാൻ നിന്റെ കൂടെ ജീവിക്കുമെന്ന് പറഞ്ഞ് പ്രണയം വെളിപ്പെടുത്തുന്നു. ഇവർ രണ്ടുപേരും ഒരു വശത്ത് ജോളിയായി പ്രണയിക്കുമ്പോൾ മറുവശത്ത് തമ്പുരാന്റെ കുടുംബത്തിലെ ആ താടിക്കാരന് വലിയ അപമാനമായി. നാട്ടുകാരൊന്നും ബഹുമാനിക്കുന്നില്ല എന്ന് പറഞ്ഞ് വാസു എന്നൊരാളെ കണ്ടിട്ട്, നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം, എനിക്ക് ആ മാസ്റ്ററുടെ കഥ കഴിക്കണം. അമാവാസി അന്ന് രാത്രി കാടിനുള്ളിലുള്ള കരിങ്കുട്ടി എന്ന ദൈവത്തിന് പൂജ ചെയ്യാനായി അവൻ തനിച്ചാണ് വരിക. അവിടെ വെച്ച് അവന്റെ കഥ കഴിക്കാം എന്ന് സംസാരിക്കുന്നു. ഈ സിനിമയുടെ തുടക്കത്തിൽ നമ്മളൊരു കഥ കണ്ടില്ലേ, കരിങ്കുട്ടി എന്ന ദൈവത്തിന് ആ കാലത്ത് ജീവിച്ചിരുന്ന ജനങ്ങൾ പൂജയൊക്കെ ചെയ്തിരുന്നുവെന്ന്. ആ ജനങ്ങളുടെ വംശാവലിയിൽ നിന്ന് വന്നയാളാണ് നമ്മുടെ മാസ്റ്റർ. ആ വംശാവലിയിൽ ഇപ്പോൾ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇദ്ദേഹം ആ ദൈവത്തിന് പൂജ ചെയ്യുന്നത് പതിവാക്കിയിരിക്കുകയാണ്. വിചാരിച്ചതുപോലെ തന്നെ താടിക്കാരന്റെ ആളുകളും കാട്ടിലേക്ക് പോവാണ്. മാസ്റ്റർ തനിച്ചിരുന്ന് പൂജ ചെയ്യാണ്. അവരടുത്തു പോകുമ്പോൾ വിചിത്രമായി കാറ്റടിക്കാൻ തുടങ്ങുന്നുണ്ട്. കൂടെ മാടിന്റെ ശബ്ദവും കേൾക്കാൻ തുടങ്ങുന്നു. തുടർന്ന് ആ ആളുകളെല്ലാം മാസ്റ്ററെ കൊല്ലാനായി അടുത്തേക്ക് വരുന്നു. പെട്ടെന്ന് എവിടെ നിന്നോ വന്ന ഒരു മാട് ഇവരെ ആക്രമിച്ച് കൊല്ലാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് ഈ ദൈവ വഴിപാടിനെയും മാസ്റ്ററുടെ വംശാവലിയും കുറിച്ചുള്ള കഥ നമ്മളോട് പറയാൻ തുടങ്ങുന്നത്. മുൻപൊരു കാലത്ത് ജീവിച്ചിരുന്ന മായ എന്ന വ്യക്തി ഈ അടിപിടി പിടിക്കുന്നതിലൊക്കെ സമർത്ഥനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുമായി ചേർന്ന് ഒരിടത്തൊരു മത്സരം വെക്കുന്നു. രണ്ടുപേരും ഗുസ്തി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മായയുടെ ഫ്രണ്ട് മായയെ തോൽപ്പിക്കുകയാണ്. മായയുടെ മുകളിൽ കയറിയിരുന്ന്, ഞാൻ പറഞ്ഞില്ലേ നിനക്ക് എന്നെ ജയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വഴിയിലൂടെ ഒരു പെൺകുട്ടി നടന്നു വരുന്നു. ആ പെൺകുട്ടിയെ കണ്ട് ഇദ്ദേഹം സൈറ്റ് അടിക്കാൻ തുടങ്ങുകയാണ്. ആ പെൺകുട്ടിയെ ഇദ്ദേഹം പ്രണയത്തോടെ നോക്കുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് നമ്മൾ തോറ്റു പോകരുത് എന്ന് കരുതി ഫ്രണ്ടിനെ വീണ്ടും എടുത്തുപൊക്കി പൊതിരെ തല്ലാൻ തുടങ്ങുന്നു. ആ മത്സരത്തിൽ ജയിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഇവരെല്ലാവരും കുളിക്കാനായി ഒരിടത്തേക്ക് പോവാണ്. അപ്പോൾ മായയുടെ ഫ്രണ്ട് വളരെ വിഷമത്തിലിരിക്കുകയാണ്. എന്നെ ജയിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അവസാന നിമിഷം എന്നെ ചതിച്ച് നീ ജയിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഷോക്കാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും കളിച്ചതല്ലേ, ആരാണ് ജയിക്കുക എന്ന് നേരത്തെ തീരുമാനിച്ചിട്ടാണോ കളിക്കുന്നത്? അപ്പോൾ ചുറ്റും നിന്ന് പ്രോത്സാഹിപ്പിച്ച് കൈയടിച്ചവരെല്ലാം മണ്ടന്മാരാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മായ പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ നിന്നെ ജയിപ്പിക്കണമെന്ന് തന്നെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷെ ആ സമയം നോക്കി അവൾ ആ സ്ഥലത്തേക്ക് വന്നു. അവളുടെ മുന്നിൽ വെച്ച് നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ, തോൽക്കാൻ പാടില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ നിന്നെ ജയിച്ചത്. നമ്മൾ ഇനിയൊരിക്കൽ കൂടി മത്സരിക്കുമ്പോൾ ഞാൻ വിട്ടുതരാം എന്ന് ഇദ്ദേഹം പറയാണ്. അതിനുശേഷം മായ വീട്ടിലേക്ക് പോകുന്നു. മായയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്താടാ നാട്ടിൽ അടിപിടിയൊക്കെ ഉണ്ടാക്കി നടക്കുകയാണോ എന്ന്. ഇല്ല അച്ഛാ, അത് ഫ്രണ്ട്സിന്റെ കൂടെ വെറുതെ ടൈം പാസിന് വേണ്ടി ഗുസ്തി പിടിച്ചതാണ് എന്ന് പറയുമ്പോൾ സീരിയസ് ആയ വഴക്കായി മാറാതിരുന്നാൽ നല്ലത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ഇന്ന് രാത്രി മലയുടെ മുകളിൽ ഒരു വെളിച്ചം കാണും. ആ വെളിച്ചത്തെ ഈ ഗ്രാമത്തിലെ ജനങ്ങൾ ദൈവമായും പൂർവികരായും കാണുന്നു. അത് കാണാനായി ഇന്ന് പോവാം എന്ന് പറഞ്ഞ് അവർ സംസാരിക്കുകയാണ്. മറുവശത്ത് നമ്മുടെ മായയുടെ ഗേൾഫ്രണ്ടിന്റെ വീട്ടിൽ മായയുടെ സഹോദരിക്ക് പീരീഡ്സ് ആയി എന്ന് പറഞ്ഞ് ഇന്ന് നിങ്ങൾ പൊക്കോളൂ, ഞാൻ വരുന്നില്ല എന്നവൾ പറയാണ്. ശരി, വിശക്കുന്നുണ്ടെങ്കിൽ നീ കഴിച്ചോ എന്ന് പറഞ്ഞ് എല്ലാവരും പോവാണ്. ഇപ്പോൾ ഈ ഗ്രാമത്തിൽ ആരുമില്ല. എല്ലാവരും ആ മലമുകളിൽ കാണുന്ന വെളിച്ചം കാണാനായി അവിടേക്ക് വന്നിരിക്കുകയാണ്. ആ സ്ഥലത്തേക്ക് മായയും വരുന്നുണ്ട്. മായ തൻ്റെ ഗേൾഫ്രണ്ടിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരമായിട്ടും അവിടെ വെളിച്ചമൊന്നും കാണുന്നില്ല. എന്ത് പറ്റി എന്ന് എല്ലാവരും കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ്. പെട്ടെന്ന് കുറച്ച് നേരത്തിനുള്ളിൽ വെളിച്ചം കാണാൻ തുടങ്ങുന്നു. ആ വെളിച്ചത്തെ കണ്ട് ഇവരെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് എല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ മായയുടെ ഗേൾഫ്രണ്ട് വീട്ടിൽ പോയി നോക്കുമ്പോൾ അനീതി രക്തത്തിൽ കുളിച്ച് വീടിനുള്ളിൽ മരിച്ചു കിടക്കുന്നു. അപ്പോഴാണ് അറിയുന്നത് അവൾക്ക് അനീതി നടന്നിരിക്കുന്നുവെന്ന്. ആരോ ഒരാൾ മായയുടെ ഗേൾഫ്രണ്ടിന്റെ അനിയത്തിയെ ലൈംഗികമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാവുന്നു. എന്നാൽ ആ സ്ഥലത്ത് നിന്ന് ഒരു ചെറിയ മോതിരം കിട്ടുന്നുണ്ട്. ആ മോതിരം മായയുടെ ഗേൾഫ്രണ്ട് എടുത്ത് നോക്കുന്നുണ്ട്. അത് ഈ നാട്ടിലെ തമ്പുരാൻ ഉപയോഗിക്കുന്ന മോതിരമാണെന്ന് മനസ്സിലാവുന്നു. അവനെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് മായ വെറി കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വശത്ത് തമ്പുരാൻ എന്ന് പറയുന്ന വ്യക്തി കള്ളുഷാപ്പിലിരുന്ന് ഭയങ്കരമായി കള്ളു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സപ്ലയറോട് എനിക്ക് ഇനിയും കൊണ്ടുവന്ന് താ എന്ന് പറയുമ്പോൾ, അയ്യോ ഇപ്പം തന്നെ നിങ്ങൾ ഓവറായി എന്ന് തോന്നുന്നു, അതുകൊണ്ട് ഇതോടെ നിർത്താമല്ലോ എന്ന് പറയുമ്പോൾ, എനിക്ക് ഓർഡർ തരാൻ നീ ആരാടാ എന്ന് ചോദിച്ച് കൊണ്ടുവന്ന് താടാ എന്ന് പറഞ്ഞ ആ സപ്ലയറും കള്ളെടുക്കാനായി പുറത്തേക്ക് പോവാണ്. ആ കള്ള് ഷാപ്പ് ഒരു ഓല ഷെഡാണല്ലോ. ആ സ്ഥലത്തേക്ക് വന്ന മായയുടെ ഗേൾഫ്രണ്ട് തീപ്പന്തം വെച്ച് ആ ഷാപ്പിന് തീ കൊളുത്തുന്നു. തമ്പുരാൻ എന്നയാൾ ലഹരിയിലായിരുന്നതുകൊണ്ട് പെട്ടെന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. ആ തീയിൽപ്പെട്ട് അയാൾ മരിച്ചു പോവാണ്. അയാൾ പിടഞ്ഞു മരിക്കുന്നത് മായയുടെ ഗേൾഫ്രണ്ട് അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരുന്നു.
ആ സ്ഥലത്തേക്ക് വന്ന മായ, ഇവിടെ നിൽക്കേണ്ട ആരെങ്കിലും കണ്ടാൽ വലിയ പ്രശ്നമാവും, എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് മായ ഗേൾഫ്രണ്ടിനെ രക്ഷിക്കുന്നു. അതിനുശേഷം ആളുകളെല്ലാം വന്ന് ആ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ തീ അണച്ചെങ്കിലും അയാൾ മരിച്ചുപോയി. മായ തൻ്റെ ഗേൾഫ്രണ്ടിനോട് പറയുന്നുണ്ട്, ഈ കാര്യത്തെക്കുറിച്ച് ആർക്കും അറിയില്ല, നീ ആരോടും വാ തുറക്കരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോവാണ്. അവിടെ കട്ട് ചെയ്താൽ മരിച്ചയാളുടെ കുടുംബക്കാർക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് ചെയ്തത് തീർച്ചയായിട്ടും ഈ ഗ്രാമത്തിലുള്ളവരായിരിക്കും എന്ന് പറഞ്ഞ് ഈ ഗ്രാമത്തിൽ കയറി ആരാടാ തീ വെച്ചത് എന്ന് ചോദിക്കുകയാണ്. മായയുടെ ഗേൾഫ്രണ്ട് ചെയ്ത കാര്യം ആർക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് ഈ ഗ്രാമവാസികൾ വല്ലാതെ അപേക്ഷിക്കുന്നുണ്ട്, ഞങ്ങൾക്കും അതിന് തമ്മിലൊരു ബന്ധവുമില്ല, ഞങ്ങളല്ല എന്ന്. എന്നാലും അവരെ പൊതിരെ തല്ലിയിട്ട് അവർ ആ സ്ഥലം വിട്ടു പോവാണ്. ഇപ്പോൾ മായയുടെ ഗേൾഫ്രണ്ട് മായയോട് പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ ഞാൻ കാരണമാണ് ഈ ഗ്രാമവാസികൾ കഷ്ടപ്പെടുന്നത്, മിണ്ടാതെ ഞാനാണിത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നമെല്ലാം തീരുമെന്ന് പറയുമ്പോൾ മായ പറയുന്നത്, ഈ പ്രശ്നം ഇപ്പോൾ തന്നെ തീർന്നു, വന്നവർക്ക് ആരാണത് ചെയ്തതെന്ന് അറിയില്ല, അറിയാതെയാണ് നമ്മളെ ഇട്ട് തല്ലിയത്. ഇപ്പോൾ വാണ്ടഡായി നമ്മൾ തന്നെ പോയി നമ്മളാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകളെ ആരെയും ബാക്കി വയ്ക്കില്ല, കൊന്നുകളയും. അതുകൊണ്ട് ഇതോടെ വിട്ടേക്ക് എന്ന് മായ പറയാണ്. ഈ ഗ്യാപ്പിൽ മായയും മായയുടെ ഗേൾഫ്രണ്ടും പ്രണയിക്കാൻ തുടങ്ങുന്നു. ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഒരാൾക്ക് ഒരാളെ വല്ലാതെ ഇഷ്ടപ്പെടുകയാണ്. അതിനുശേഷം ഇവർ രണ്ടുപേരും ഒരു കുടുംബമായി മാറുകയാണ്. മായയുടെ ഗേൾഫ്രണ്ട് ഗർഭിണിയാവുന്നു. ഇനി നീ വലിയ ജോലിയൊന്നും ചെയ്യണ്ട, എല്ലാ കാര്യവും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് മായ തൻ്റെ ഗേൾഫ്രണ്ടിനെ വീട്ടിലിരുത്തിയിട്ട് ജോലിക്ക് പോവാണ്. ജോലിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ മായ പതിവ് പോലെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ മായയുടെ അച്ഛൻ ഒരുമാതിരി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒന്നും പറയുന്നില്ല. ഓടി ഉള്ളിപ്പോയി നോക്കുമ്പോൾ മായയുടെ ഗേൾഫ്രണ്ടാണ് ആ തമ്പുരാനെ കൊന്നതെന്ന് അവർക്ക് മനസ്സിലായി കാണണം. അവരുടെ ആളുകൾ വന്ന് ഗർഭിണിയായിരുന്ന മായയുടെ ഭാര്യയെയും കുഞ്ഞിനെയും കൊലപ്പെടുത്തിയിട്ട് പോയിരിക്കുകയാണ്. അവിടെ മരിച്ചു കിടക്കുന്ന ഭാര്യയെ കണ്ട് ഇദ്ദേഹം അലറിക്കരയാൻ തുടങ്ങുകയാണ്. അതിനുശേഷം മായ തൻ്റെ ഭാര്യയെ കൊണ്ടുപോയി അവർക്കുള്ള എല്ലാ മരണാനന്തര ചടങ്ങുകളും ചെയ്ത് കുഴിച്ചിട്ട സ്ഥലത്ത് തന്നെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ തലകീഴായി മാറാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ ഈ ഗ്രാമത്തിലുള്ള ആണുങ്ങളെല്ലാം ഒരിടത്തിരുന്ന് ചർച്ച ചെയ്യുകയാണ്. തമ്പുരാക്കന്മാരെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നമ്മുടെ സമൂഹത്തിന് മേൽ ചെയ്യുന്ന ക്രൂരതകൾ അളവില്ലാത്തതാണ്. അവർക്കൊരു സാമ്രാജ്യം ഉണ്ടാക്കി വെച്ചിട്ട് അവർ നമ്മളെ ടോർച്ചർ ചെയ്യാണ്, ഇതിനെയൊന്നും വെറുതെ വിടാൻ പാടില്ല എന്നിവർ ചർച്ച ചെയ്യാണ്. ഈ വിവരവും അവർക്ക് അറിയാൻ കഴിയുന്നു. അതുകൊണ്ട് ഇവരെല്ലാവരെയും പിടിച്ചുകൊണ്ടുപോയി മരത്തിൽ കെട്ടിയിട്ട് പൊതിരെ തല്ലാണ്, അടിച്ചു കൊല്ലുന്നുണ്ട്. ഈ വിവരം അറിഞ്ഞ് മായ ഓടി വരാണ്. വന്ന് നോക്കുമ്പോൾ ഈ ഗ്രാമത്തിലെ ആണുങ്ങളെല്ലാം രക്തത്തിൽ കുളിച്ച് താഴെ വീണ് കിടക്കുന്നു. തുടർന്നും ആ സമൂഹം ഈ സമൂഹത്തിലുള്ളവരെ എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ മായ വല്ലാതെ മനം നൊന്തു പോവാണ്. തൻ്റെതായ ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. ആദ്യം മായയുടെ അമ്മ പോയി, രണ്ടാമത് മായയുടെ ഭാര്യയും കുഞ്ഞും മരിച്ചു, മൂന്നാമത് മായയുടെ അച്ഛനും അവരാൽ തന്നെ കൊല്ലപ്പെട്ടു. ആരുമില്ലാതെ മായ തനിച്ചാവുകയാണ്. ഇങ്ങനെ തനിച്ചു നിൽക്കുമ്പോഴെല്ലാം അവരോട് പ്രതികാരം ചെയ്യണം എന്നൊരു ചിന്ത മനസ്സിലൂടെ ഓടുന്നുണ്ട്. അപ്പോഴാണ് ഇദ്ദേഹത്തിനൊരു ബുദ്ധി തോന്നുന്നത്. ഇവർ ആരാധിച്ചുകൊണ്ടിരുന്നില്ലേ, ആ ദൈവത്തിന് ഒരു രൂപം കൊടുക്കുക എന്ന് കരുതി. അതെങ്ങനെയാണ് രൂപം കൊടുക്കുന്നതെന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ കുഴിച്ചിട്ടില്ലേ, ആ സ്ഥലത്ത് നിന്ന് മണ്ണെടുത്ത് കൊണ്ടുവന്ന് അത് വെച്ച് ഒരു രൂപം ഉണ്ടാക്കുന്നു. കാടിനുള്ളിൽ പൂജ ചെയ്യാൻ തുടങ്ങുന്നു. നിന്നെ എങ്ങനെ കുടിയിരുത്തണം, എങ്ങനെ ആരാധിക്കണം എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്ക് നിന്റെ സഹായം ആവശ്യമാണ്. എനിക്ക് നിറയെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ എൻ്റെ ശരീരം നിനക്ക് സറണ്ടർ ചെയ്യുന്നു. അതിന് പകരമായി എനിക്ക് നീ സഹായം ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രകാശ രൂപത്തിൽ ദൈവം മായയ്ക്ക് ദർശനം നൽകുന്നു. അതിനെ തുടർന്ന് മായ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏതോ ഒരു വിചിത്രമായ പൗഡർ എടുത്ത് ആ സമൂഹത്തിലെ ഒരു ഗർഭിണിയായ സ്ത്രീയെ ടാർഗറ്റ് ചെയ്യുന്നു. ആ ഗർഭിണിയായ സ്ത്രീയുടെ മേൽ ഈ പൗഡർ വീഴുന്നു. അവർ വശീകരിക്കപ്പെട്ട് ഇദ്ദേഹം പൂജ ചെയ്യുന്ന സ്ഥലത്തേക്ക് വരികയാണ്. അപ്പോൾ ആ ദൈവം പറയുന്നു, ഗർഭാവസ്ഥയിലുള്ള ആ സ്ത്രീയുടെ വയറ്റിൽ ഒരു പ്രത്യേക ഭ്രൂണം ഉണ്ടാവും, ആ ഭ്രൂണം നീ എടുക്കണം, അത് വെച്ചാണ് നീ വിചാരിച്ച കാര്യം സാധിക്കാൻ കഴിയുക എന്ന് പറയുന്നു. അതും ഇദ്ദേഹം ചെയ്യാണ്. ഇതുകൊണ്ട് ആ സ്ത്രീ മരിച്ചു പോകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ എഴുന്നേറ്റ് പോകും, നോർമലായിട്ട് തന്നെ ഇരിക്കും. പെട്ടെന്ന് ഒരു ദിവസം അവർ മരിക്കും. ചെക്ക് ചെയ്ത് നോക്കിയാൽ അത് നാച്ചുറൽ ഡെത്ത് ആണെന്ന് എല്ലാവരും പറയും. അതുകൊണ്ട് ആർക്കും ഇദ്ദേഹത്തിൻ്റെ മേൽ സംശയം ഉണ്ടാവില്ല. ഇദ്ദേഹം ഈ കാര്യം ചെയ്യുന്നതിലൂടെ ഇദ്ദേഹത്തിന് ഒരു സൂപ്പർ പവർ ലഭിക്കുന്നു. അതായത് ഇദ്ദേഹത്തിന് മാടായി മാറണമെന്ന് തോന്നിയാൽ മാടായി മാറാം, പട്ടിയായി മാറണമെന്ന് തോന്നിയാൽ പട്ടിയായി മാറാം. തൻ്റെ രൂപം മാറ്റിക്കൊണ്ട് തനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം എന്ന തരത്തിലുള്ള ശക്തി ആ ദൈവത്തിൻ്റെ ശീല മായയ്ക്ക് കൊടുക്കുകയാണ്. എന്തൊക്കെയാണെങ്കിലും മായ മാനസിക വിഷമം കാരണം ഈ കാര്യം ചെയ്താലും മായയുടെ മനസ്സിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ശക്തി ഉപയോഗിക്കാം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇദ്ദേഹം ഒരു പാറപ്പുറത്തിരിക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് ഒരു പെൺകുട്ടി വരുന്നുണ്ട്. ആ പെൺകുട്ടി ആ പാറയിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയാണ്. മോളെ എന്താ ഈ ചെയ്യുന്നത് എന്ന് ഇദ്ദേഹം ചോദിക്കുമ്പോൾ അപ്പോഴാണ് ആ പെൺകുട്ടി പറയുന്നത്, ഈ നാട്ടിലെ തമ്പുരാൻ്റെ മാല മോഷണം പോയെന്ന് പറഞ്ഞ് എൻ്റെ അച്ഛനെ കെട്ടിയിട്ട് പൊതിരെ തല്ലുകയാണ്, അടുത്തത് എന്നെയും കൊല്ലാൻ പോവാണ്, അത് പേടിച്ചിട്ടാണ് ഞാൻ ഇവിടെ ചാകാനായി വന്നത്, അയാളുടെ മാല കാണാതെ പോയതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആ പെൺകുട്ടി പറയാണ്. ഇത് കേട്ട മായ, അതിനായി നീ ജീവൻ കളയണോ? നിനക്ക് സഹായം ചെയ്യാൻ ഞാനുണ്ട്, ഞാൻ ചെയ്യുന്ന ജോലിക്ക് എനിക്കൊരു സഹായി ആവശ്യമുണ്ട്, എൻ്റെ സഹായിയായി നീ നിൽക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി സമ്മതിക്കുകയാണ്. ഇദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ദൈവത്തിന് പൂജയൊക്കെ ചെയ്തതിന് ശേഷം ആ ദൈവം ഒരു ശക്തി കൊടുക്കും. ആ ശക്തി ഇദ്ദേഹത്തിന്റെ ശരീരത്തിനുള്ളിൽ വന്ന ഉടനെ ഇദ്ദേഹം വിചാരിക്കുന്ന രൂപത്തിലേക്ക് മാറാം. എന്നാൽ തിരിച്ച് ഇദ്ദേഹം മനുഷ്യനായി മാറണമെങ്കിൽ
ഇദ്ദേഹത്തിൻ്റെ മേൽ മഞ്ഞൾ വെള്ളം ഒഴിക്കണം. ആ മഞ്ഞൾ വെള്ളം ഒഴിക്കാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ആരെങ്കിലും ഒരാൾ വേണമല്ലോ. അതിനായി ഈ പെൺകുട്ടിയെ കൂടെ നിർത്തുകയാണ്. വിചാരിച്ചതുപോലെ തന്നെ എരുമയായി മാറുകയാണ്. ആ പെൺകുട്ടിക്ക് വേണ്ടി ഒരാളുടെ കഥ കഴിക്കുന്നു. അതായത് മോഷിച്ചു എന്ന് പറഞ്ഞ് അടിച്ചുകൊണ്ടിരുന്നില്ലേ, ആ വ്യക്തിയെ തന്നെ. എന്നാൽ നാട്ടുകാർക്ക് എരുമ കുത്തിയാണ് ഒരാൾ മരിച്ചതെന്ന് മാത്രമേ അറിയൂ. അല്ലാതെ ഇങ്ങനൊരു സംഭവം നടന്നതായി ആർക്കും അറിയില്ല. ആ പെൺകുട്ടിക്ക് മായ സഹായം ചെയ്തതുകൊണ്ട് മായയോട് ആ പെൺകുട്ടിക്ക് പ്രണയം തോന്നുകയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും സ്നേഹിച്ച് റിലേഷൻഷിപ്പിലേക്കും പോകുന്നു. നെക്സ്റ്റ് ലെവലിലേക്ക് പോയി ആ പെൺകുട്ടിയുടെ വയറ്റിൽ മായയുടെ കുഞ്ഞും വളരുന്നു. ഈ പെൺകുട്ടി ഒരിക്കൽ ചോദിച്ചിരുന്നു, എൻ്റെ ആഗ്രഹം നീ നിറവേറ്റി തരാമോ എന്ന്. തീർച്ചയായിട്ടും നിന്റെ ആഗ്രഹം ഞാൻ നിറവേറ്റി തരും, പക്ഷെ അതിന് കുറച്ച് സമയം ആവശ്യമാണ് എന്ന് പറഞ്ഞ് ഇദ്ദേഹം തുടർന്നും ഈ പൂജകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഗർഭിണിയാണെന്ന ന്യൂസ് മായയോട് പറയുമ്പോൾ മായ പറയുന്നുണ്ട്, നിന്റെ അച്ഛനെ കൊന്നവൻ്റെ കഥ കഴിക്കാനുള്ള സമയം വന്നിരിക്കുകയാണ്. നിന്റെ അച്ഛനെ കൊന്നത് ആരാണെന്ന് എനിക്ക് കാണിച്ചതാ, അവൻ്റെ കഥ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടി തൻ്റെ അച്ഛനെ ഇയാളാണ് കൊന്നതെന്ന് പറഞ്ഞ് ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കുന്നു. അയാൾ രാത്രി സമയത്ത് എവിടെയായിരിക്കുമെന്ന ഡീറ്റെയിൽസ് എല്ലാം പറയുന്നു. മായയും പൂജയെല്ലാം ചെയ്ത് എരുമയെ പോലെ ഒരു രൂപമെടുത്ത് ആ വ്യക്തിയുടെ കഥയും കഴിക്കുന്നു. ഇതിൽ ആ പെൺകുട്ടിക്ക് വല്ലാതെ സന്തോഷമാവുന്നുണ്ട്. രാത്രി ഇവർ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോഴാണ് കുറച്ചുപോലും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ആ പെൺകുട്ടി വെക്കുന്നത്. ആ തമ്പുരാൻ കുടുംബത്തിലെ പെൺകുട്ടികൾ കുളിക്കാനായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആഭരണങ്ങളെല്ലാം അഴിച്ചു വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ ആഭരണങ്ങൾ കാണുമ്പോൾ ഈ പെൺകുട്ടിക്ക് ആഗ്രഹം തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ആഭരണങ്ങൾ ഒന്ന് ഇട്ടു നോക്കാമെന്ന് പറഞ്ഞ് ഇട്ടു നോക്കിയിട്ട് വെക്കാമെന്ന ചിന്തയിൽ പോയി ആ ആഭരണങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇട്ടു നോക്കിക്കഴിഞ്ഞപ്പോൾ അവൾക്കത് തിരിച്ചു വെക്കണമെന്ന ആഗ്രഹം വന്നില്ല. അത് തനിക്ക് തന്നെ വെക്കണമെന്നാണ് തോന്നിയത്. അതുകൊണ്ടാണ് ആ ആഭരണങ്ങൾ ഇവളെടുത്തു കൊണ്ടുവരുന്നത്. അങ്ങനെ ആ തമ്പുരാൻ വീട്ടിലെ പെൺകുട്ടികൾ അവരുടെ ആളുകളോട് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഇവളാണ് എടുത്തുകൊണ്ട് പോയതെന്ന്. അതുകൊണ്ടാണ് ആളുകളെല്ലാം ചേർന്ന് ഈ പെൺകുട്ടിയുടെ അച്ഛനെ കൊന്നത്. ഇവളിപ്പോൾ പറയുന്നു, ഞാൻ ചെയ്ത തെറ്റിന് എൻ്റെ അച്ഛനെ എന്തിനാണ് അവർ കൊന്നത് എന്ന്. ഇത് കേട്ട മായയ്ക്ക് ഭയങ്കര ദേഷ്യം വരാണ്. നീ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു, ചെയ്യാത്ത കുറ്റത്തിനാണ് നിന്നെ കൊല്ലാൻ വരുന്നതെന്ന് നീ പറഞ്ഞു. പക്ഷെ യഥാർത്ഥത്തിൽ നീ തെറ്റ് ചെയ്തിരുന്നു. തെറ്റ് ചെയ്തിട്ട് എന്നോട് സഹായം ചോദിച്ചത് മാത്രമല്ല, ഇത്രയും നാളെ എന്നോട് കള്ളം പറഞ്ഞ് അഭിനയിക്കായിരുന്നു അല്ലേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. പക്ഷെ നമ്മുടെ മായയ്ക്ക് ആ പെൺകുട്ടിയെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ പെൺകുട്ടിയുടെ വയറ്റിൽ ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം മനംനൊന്ത് നാട്ടിലൂടെ ചുറ്റിക്കറങ്ങുന്നു. ഒരു ഘട്ടത്തിന് മുകളിൽ ആ ദൈവത്തിൻ്റെ ശിലയ്ക്ക് മുമ്പിലിരുന്ന് പൂജ ചെയ്യാൻ തുടങ്ങാണ്. കണ്ണു നിറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയാണ്, ഞാൻ നിന്നെ ഉണ്ടാക്കിയതിന് കാരണമേ നല്ലത് ചെയ്യണം, നല്ല കാര്യത്തിന് കൂടെ നിൽക്കണം എന്നതിന് വേണ്ടി മാത്രമാണ്. നിന്നെ വെച്ച് തെറ്റായ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പക്ഷേ എന്നെ ഉപയോഗിച്ച് ഒരു പെൺകുട്ടി തെറ്റായ കാര്യം ചെയ്തു. അതുകൊണ്ട് അതിനുള്ള പണിഷ്മെൻ്റായി എൻ്റെ ജീവൻ ഞാൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ആ ദൈവത്തിന് മുന്നിൽ തന്നെ തീ കൊളുത്തി മരിക്കുകയാണ്. അവിടെ കട്ട് ചെയ്താൽ ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ആ വംശാവലിയിൽ നിന്ന് വന്നയാളാണ് ഇപ്പോൾ നമ്മുടെ മാസ്റ്റർ. ഇദ്ദേഹം സ്ഥിരമായി ആ ദൈവത്തിന് പൂജ ചെയ്യുന്നുണ്ടല്ലോ. ഇദ്ദേഹത്തിനും വിചാരിച്ചതുപോലെ രൂപം മാറാൻ കഴിയും. അദ്ദേഹവും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഇത് ഉപയോഗിക്കാവൂ എന്നുള്ളത് കൊണ്ട് ആ പവർ അദ്ദേഹം ഉപയോഗിക്കാതെ പൂജകളിൽ മാത്രം ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ മാസ്റ്ററുടെ മകളും തമ്പുരാൻ്റെ മകനും ഒരിടത്തിരുന്ന് പ്രണയിക്കുകയാണല്ലോ. അപ്പോൾ ആ പെൺകുട്ടിയുടെ വൺ സൈഡ് കാമുകൻ വരികയാണ്. അവന് ഈ തമ്പുരാൻ്റെ മകനെ കണ്ടാലേ ദേഷ്യമാണ്. അതുകൊണ്ട് അവനെ തനിച്ച് ആക്രമിക്കാൻ തുടങ്ങുകയാണ്. അവനും തിരിച്ചാക്രമിക്കുന്നു. കാരണം രണ്ടുപേർക്കും അടിപിടി നന്നായി അറിയാമല്ലോ. ഒരു ഘട്ടത്തിന് മുകളിൽ ഈ വൺ സൈഡ് ലവറിന് അടിക്കാൻ കഴിയുന്നില്ല. എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടാൻ പാടില്ല, നിനക്കും കിട്ടാതെ ഞാൻ നോക്കും, കണ്ടോ എന്ന് പറഞ്ഞ് ആ വൺ സൈഡ് ലവർ അവിടെ നിന്ന് പോവാണ്. ഒരുമാതിരി പോയി സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് ഈ വൺ സൈഡ് ലവറുടെ അച്ഛൻ വരാണ്. എന്താടാ പറ്റിയത്, എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ നടന്നെല്ലാം പറയുന്നു. അവിടെ കട്ട് ചെയ്താൽ പതിവ് പോലെ ഈ മാസ്റ്ററുടെ മകളും ആ പയ്യനും ഇവർ സ്ഥിരമായി മീറ്റ് ചെയ്യുന്ന സ്പോട്ടായ ആ വെള്ളച്ചാട്ടത്തിന് മുകളിലിരുന്ന് സംസാരിക്കുകയാണ്. പെട്ടെന്ന് ആരൊരാൾ ആ പെൺകുട്ടിയെ പിന്നിൽ നിന്ന് തള്ളിയിട്ടതുപോലെ ആ വെള്ളച്ചാട്ടത്തിലേക്ക് ആ പെൺകുട്ടി വീണ് മരിക്കുന്നു. അതേസമയം ഈ തമ്പുരാൻ്റെ മകനെ പിടിച്ചുകൊണ്ടുവന്ന് റൂമിനുള്ളിൽ അടച്ചു വെക്കുന്നു. ഇപ്പോൾ നമ്മുടെ മാസ്റ്റർ എല്ലാ സ്ഥലത്തും തന്നെ മകളെ അന്വേഷിച്ചിട്ടും കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഈ തമ്പുരാൻ്റെ അടുത്ത് വന്ന് സഹായം ചോദിക്കുന്നു. മകൾ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തു പോയതാണ്, ഇതുവരെ വീട്ടിൽ തിരിച്ചെത്തിയില്ല, പ്രാർത്ഥിക്കാൻ അവൾ പോയിട്ടില്ല, എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു എന്ന് പറഞ്ഞ് വളരെ വിഷമിക്കുകയാണ്. അപ്പോൾ ഈ തമ്പുരാൻ പറയുന്നു, വിഷമിക്കണ്ട, നമ്മുടെ ആളുകളോടെല്ലാം അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായിട്ടും കിട്ടും എന്ന് പറഞ്ഞ് ഫുള്ളായി അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. മറുവശത്ത് ഈ തമ്പുരാൻ്റെ മകനെ റൂമിൽ അടച്ചു വെച്ചിരുന്നില്ലേ, ഈ തമ്പുരാൻ വന്ന് സംസാരിക്കുകയാണ്. സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ട് അവസാനം റൂമിനുള്ളിൽ തന്നെ അടച്ചിടുന്നു. പക്ഷെ ആ താടിക്കാരനുണ്ടല്ലോ, അയാൾ ഈ തമ്പുരാൻ്റെ മകനെ തുറന്നു വിടുകയാണ്. ഇവിടെ നിന്ന് പൊക്കോ എന്ന് പറയാണ്. ഉടനെ ഈ പയ്യൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോയി തൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ പേര് പറഞ്ഞ് അലറിക്കരയുന്നു. പിറ്റേ ദിവസം രാവിലെ ആ വെള്ളച്ചാട്ടത്തിന് താഴെ ആ പെൺകുട്ടിയുടെ ഷോളിനൊപ്പം ഇവൻ മരിച്ചു കിടക്കുന്നു. ഇത് വെച്ച് നാട്ടുകാർക്ക് എല്ലാ കാര്യവും മനസ്സിലാവുന്നു. ഈ പെൺകുട്ടിയും പയ്യനും പ്രണയിക്കുകയായിരുന്നു എന്ന്. ഇതെല്ലാം നമ്മുടെ മാസ്റ്ററുടെ ചെവിയിലെത്തുമ്പോൾ മാസ്റ്ററും മാസ്റ്ററുടെ ഭാര്യയും വല്ലാതെ വിഷമിച്ച് കരയാണ്. ഈ പെൺകുട്ടിയും മരിച്ചു, ഈ പയ്യനും മരിച്ചു എന്നത് അവർക്ക് അറിയാൻ കഴിയുന്നു. ഈ പെൺകുട്ടിയുടെ മരണത്തിന് കാരണക്കാരൻ ആരാണെന്ന് അറിയണമെന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയുടെ വൺ സൈഡ് ലവർ ഉണ്ടല്ലോ, അവനോട് ഈ പെൺകുട്ടിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഈ പയ്യൻ പറയുന്നുണ്ട്, എനിക്കിതുമായിട്ടൊരു ബന്ധമില്ല, എനിക്കൊന്നും അറിയില്ല എന്ന്.
നിനക്കും ഇതിനും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഞാൻ പറഞ്ഞോടാ, നിനക്ക് എന്തെങ്കിലും അറിയുമോ എന്നാണ് ചോദിച്ചത് എന്ന് പറഞ്ഞ് ഇദ്ദേഹം അവിടെ നിന്ന് പോവാണ്. ഈ വൺ സൈഡ് ലവറിന് മനസ്സിന് ഒരു സമാധാനവും കിട്ടുന്നില്ല. അതുകൊണ്ട് അവൻ പെട്ടെന്ന് പറയുന്നുണ്ട്, ആശാനെ ഇത് ചെയ്തത് എൻ്റെ അച്ഛനാണെന്ന്. ഇത് കേട്ട് നമ്മുടെ മാസ്റ്റർക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഉടനെ ഈ പയ്യന്റെ അച്ഛനെ പോയി പൊതിരെ തല്ലാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ച് പൊതിരെ അടിക്കുന്നു. അപ്പോഴാണ് ആ വൺ സൈഡിൽ അവരുടെ അച്ഛൻ പറയുന്നത്, ഇത് ചെയ്യാൻ പറഞ്ഞത് വേറെ ആരുമല്ല, ആ തമ്പുരാനാണ് എന്ന് പറയുന്നു. അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്ന് അവർക്ക് നേരത്തെ അറിയാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ആ പെൺകുട്ടിയുടെ കഥ കഴിച്ച് ആ പയ്യനെ കൊണ്ടുപോയത്. ഇതിൽ മനംനൊന്ത മാസ്റ്റർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ ദൈവത്തിന് പൂജ ചെയ്യാം എന്ന് തീരുമാനിക്കുന്നു. ഈ സമൂഹത്തിലെ ഒരു ഗർഭിണിയായ സ്ത്രീയെ ടാർഗറ്റ് ചെയ്യുന്നു. ആ പൂജ ഏത് ഏരിയയിൽ ചെയ്യണമോ അതേ രീതിയിൽ പക്കയായി ചെയ്യാണ്. ഈ ദൈവവും പ്രകാശ രൂപത്തിൽ വന്ന് ഈ മാസ്റ്റർക്ക് രൂപം മാറാനുള്ള പവർ കൊടുക്കുന്നു. ആ പവർ ഉപയോഗിച്ച് ഇദ്ദേഹം മാടിന്റെ രൂപം എടുക്കുന്നു. രാത്രി ഈ തമ്പുരാൻ തനിച്ചു വരുമ്പോൾ ഈ തമ്പുരാനെ ടാർഗറ്റ് ചെയ്ത് മാട് പോലെ വന്ന് അയാളെ കുത്തിക്കൊല്ലുന്നു. മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ആ പൂജ ചെയ്തതുകൊണ്ട് ഈ തമ്പുരാനെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം മനുഷ്യരൂപത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ ആ തമ്പുരാന് മനസ്സിലാവുന്നു ഇങ്ങനെ ഒരു ശക്തിയുണ്ട്, ഈ ശക്തിയാണ് നമ്മളെ കൊല്ലുന്നതെന്ന്. അതിനുശേഷം അയാൾ മരിക്കുകയാണ്. അതിനെ തുടർന്ന് നാട്ടിലെല്ലാം സംസാരം തുടങ്ങുകയാണ്. ഇങ്ങനെ അടുത്തടുത്ത് കുറെ പേര് മാട് കുത്തി മരിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന്. അപ്പോൾ ആൽമരച്ചുവട്ടിൽ കിടക്കുന്ന ഒരു വ്യക്തി പറയുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നത് അവനാണ്, ഒടിയൻ, അവനാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാണ്. ഇപ്പോൾ ഈ മാസ്റ്റർ അങ്ങനെ നടന്നു വരുന്ന പോലെ കാണിച്ച് ഈ സിനിമ അവസാനിപ്പിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.